ഹലോ, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? നടക്കാൻ ഇറങ്ങിയതാട്ടാ. പക്ഷെ നോട്ടം മൊത്തം മേലോട്ട് ഫുള്ള് ചെറുനാരങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇവിടെ. രാത്രിയത്തെ ഡിന്നറിന് ചിക്കൻ കറിയൊക്കെ റെഡിയാട്ടാ. പക്ഷെ എന്താണെന്നറിയില്ല, മീൻ കഴിക്കാനൊരാഗ്രഹം, അതും പൊരിച്ച മത്തി. എന്തായാലേ ഓരോരോ നട്ടപ്പാതിര ക്രേവിങ്സ് വേണമെങ്കിൽ പറയാം. പിന്നെ വാഴ 2 കണ്ട ഹാങ് ഓവറിൽ നമ്മളിതാ കയ്യും പിടിച്ചിട്ടുള്ള നടക്കിയെന്ന്. തണുപ്പെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ ചൂടൊട്ട് തുടങ്ങിയിട്ടുമില്ല. നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ലോഡ് വിഷയങ്ങളായിരിക്കും സംസാരിക്കാൻ. ട്രാഫിക്കിലിതാ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വണ്ടിയുടെ കഥയായിരിക്കും ഒരു പറയാനുണ്ടാവുക. മോളിൽ കയറി കാരിഫോറിൽ നേരെ ഇതാ ഫ്രോസൺ ഐറ്റംസിലെത്തിയിട്ടുള്ളത്. നോക്കാത്തതുകൊണ്ടൊന്നറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ കാണുന്നത് ഇങ്ങനെ കല്ലുമ്മക്കായി ഫ്രോസൺ ആക്കിയിട്ട്. നമ്മളെ സ്വന്തം സാധനം ആയതുകൊണ്ട് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എന്തായാലും ഫ്രഷിൻ്റെ അത്ര എത്തൂലല്ലോ. എന്നാലും കൊതി അങ്ങ് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങാട്ടോ. സംഭവം അവൈലബിളാണ്. പിന്നെ മിക്സഡ് സീ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇതാ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ചെമ്മീനും കൂന്തലും കല്ലുമ്മക്കായി തോടോട് കൂടിയാന്ന് തോന്നുന്നു വരുന്നത്. ഞാനിങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ കുറച്ച് സൈസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോന്നും. പിന്നെ ഞാൻ വന്ന കാര്യം വേഗം ഫിനിഷാക്കി കുറച്ച് മത്തി വാങ്ങി നല്ല ഫ്രഷായിട്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങി വീട്ടിലേക്ക് പോയി. കുറച്ചൊന്ന് നടക്കാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് വന്നത്. മുകളിലാകുമ്പോൾ നമുക്കിങ്ങനെ നീളത്തിൽ നടക്കുമല്ലോ, ആരും സംശയിക്കുകയും ചെയ്യില്ല. സാധാരണ നോക്കാത്തൊരു സെക്ഷനായിട്ട് ഇന്ന് നോക്കിയത്. നല്ല അറബിക് ഗോൾഡ്, അറേബ്യൻ ഡിസൈൻ, ഒരു പ്രത്യേക സ്റ്റൈലാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും കാണാത്തൊരു വെറൈറ്റി. ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞു ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ഡിസൈൻസൊക്കെ കാണിച്ചു തന്നു. 21 ക്യാരറ്റ്സിൽ വരുന്ന ഗോൾഡാണ് ഇതെല്ലാം. വളരെ ലൈറ്റ് വെയ്റ്റും. R&Bയിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ ടീഷർട്ടും അതുപോലെയുള്ള ഐറ്റംസിനൊക്കെ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് റിങ്ങും ഒന്ന് വിശദമായിട്ട് നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ എപ്പോൾ വന്നാലും നമുക്ക് പറ്റുന്നത് ഗേറ്റ് നമ്പർ മാറിയിട്ട് ഇങ്ങനെ 2 റൗണ്ട് കറങ്ങിയിട്ടൊക്കെ നടക്കുക. അപ്പോൾ ഇപ്രാവശ്യം കൃത്യമായിട്ട് കയറിയ ഗേറ്റ് നമ്പറൊക്കെ നോക്കി വെച്ച് നമ്മൾ ഇറങ്ങിയെന്ന്. ഒരു 2 ഐറ്റവും വെച്ചിട്ട് വലിയൊരു ട്രോളി ഉന്തി നടക്കിയെന്നവൻ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ വേഗം ഓടി എൻ്റെ മത്തിയും കൊണ്ട്. മത്തി ക്ലീൻ ചെയ്ത് തന്നിട്ടില്ല കേട്ടോ. എനിക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല മുട്ടയില്ല മത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇണറും മത്തിയെല്ലാം റെഡിയാന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.